ഇറ്റ്സ് മീ ലക്ഷ്മി DS. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അത് നമ്മുടെ അക്കാഡമിക് കാര്യങ്ങളൊന്നും അല്ലാതെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ഹൈക്കോടതി അസിസ്റ്റന്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ എൻട്രിക്ക് ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ എൻട്രിയുടെ പേജസ് ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ, ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ യൂട്യൂബ്, എൻട്രിയുടെ ഡിഗ്രി ലെവൽ യൂട്യൂബ് ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാകും, അതിന്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. കുറെ റിസൾട്ടുകൾ എൻട്രിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ എൻട്രിയുടെ ഇങ്ങനെ റിസൾട്ടുകൾ വന്ന സമയത്ത് പല കമന്റുകളും വരികയുണ്ടായി. അതായത് ഈ ഇവിടെ കണ്ട ഫോട്ടോ അവിടെ കണ്ടല്ലോ, വേറെ പ്ലാറ്റ്ഫോംസിൽ കണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള കുറെ ചർച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ യഥാർത്ഥ കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു തരുന്നതിനായിട്ടാണ് ഞാനിപ്പം ജസ്റ്റ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പറയണം എന്ന് തോന്നി. അത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, അല്ലാതെ എൻട്രിയുടെ ആയിട്ട് ഒരു ബന്ധമില്ല. ഇത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള യൂട്യൂബ് ചാനലാണ്. സോ എനിക്ക് നിങ്ങളോട് പറയണം എന്ന് തോന്നിയ കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ ഒന്ന് പറയാനായിട്ട് വന്നതാണ്. ഓക്കെ, അപ്പോ ആദ്യം ഞാൻ ഈ ഹൈക്കോടതി അസിസ്റ്റന്റ് പരീക്ഷ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്കായിട്ട് ഞാൻ ഒരു ചെറിയ ഒരു ഇൻട്രോ തരാം. ഈ ഒരു ഹൈക്കോടതി പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ PSC നടത്തുന്ന ഒരു പരീക്ഷയല്ല. നമ്മുടെ ഹൈക്കോടതിയുടെ റിക്രൂട്ട്മെന്റ് സെല്ലുണ്ട്, അവര് നേരിട്ട് നടത്തുന്ന ഒരു പരീക്ഷയാണ് ഈ ഹൈക്കോടതി പരീക്ഷ. കോടതികളിലേക്ക്, അതായത് ജുഡീഷ്യറിയിലേക്കൊക്കെ കൂടുതലും ഈ ഒരു റിക്രൂട്ട്മെന്റ് സെല്ലാണ് അവിടത്തേക്കുള്ള കൂടുതലും പോസ്റ്റുകളിലേക്കുള്ള പോസ്റ്റിംഗ് ഒക്കെ അല്ലെങ്കിൽ ആ പരീക്ഷകളൊക്കെ നടത്തുന്നത്. അല്ലാതെ PSCക്കോ UPSCക്കോ ഒന്നും അവിടെ ഒരു റോളില്ല. കാരണം നമ്മുടെ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് നമ്മൾ സിവിക്സിലൊക്കെ പഠിക്കത്തില്ലേ? ജുഡീഷ്യറി എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവിൽ നിന്നും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇവിടുത്തെ നിയമനത്തിന്റെ കാര്യത്തിൽ ആർക്കൊന്നും റോൾ ഇല്ല, ഈ സ്റ്റേറ്റിനോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങൾക്കോ റോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടത്തേക്കുള്ള റിക്രൂട്ട്മെന്റ്, സുപ്രീം കോടതി ആയിക്കോട്ടെ ഹൈക്കോടതി ആയിക്കോട്ടെ, അവിടത്തേക്കൊക്കെയുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ആരാണ്? അതായത് അവിടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം അഥവാ ബ്യൂറോക്രാറ്റിക് ആൾക്കാരെന്ന് പറയുന്നത് അവര് തന്നെ, അതായത് കോടതിയുമായി ബന്ധപ്പെട്ട റിക്രൂട്ട്മെന്റ് സെല്ല് തന്നെയാണ് അതിനുള്ള എക്സാം നടത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു പരീക്ഷയാണ് ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഇതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടുള്ളവർക്ക് അറിയാം, ഇംഗ്ലീഷിന് കുറച്ച് അധികം വെയിറ്റേജ് കൊടുത്തുകൊണ്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. എന്നും പറഞ്ഞ് ഇംഗ്ലീഷ് നല്ലതുപോലെ അറിഞ്ഞാൽ മാത്രമേ പരീക്ഷ പാസ്സാവൂ എന്നൊന്നുമില്ല. എൻട്രിയിൽ പഠിച്ച ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഈ ഒരു നല്ലൊരു റാങ്ക് നേടിയ കുട്ടികളൊക്കെ നമുക്ക് എൻട്രിയിൽ ഉണ്ടായിരുന്നു. അപ്പോ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് ഈ ഒരു പരീക്ഷയുടെ ആ ഒരു ചെറിയ ഒരു ഇൻട്രോയുടെ കേസിൽ ഞാൻ പറയാണ്, നമ്മുടെ PSC പോലെ അധികം സമയം ഒന്നും ഇവരെടുക്കത്തില്ല. അതായത് പെട്ടെന്ന് 2 വർഷം കൂടുമ്പം നോട്ടിഫിക്കേഷൻ ഇടും. നോട്ടിഫിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് പരീക്ഷകൾ നടത്തി അവിടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ആളെ എടുത്തിരിക്കും. സെയിം ആ ഒരു പ്രൊസീജിയറിലാണ് വർഷങ്ങളായിട്ട് ഈ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷ പോകുന്നത്. സോ എല്ലാവരും PSCയുടെയും SSCയുടെയും RRBയുടെയും ബാങ്കിന്റെ ഒക്കെ പുറകെ പോകുമ്പോൾ ഇങ്ങനെ വലിയൊരു സ്കോപ്പ് നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ള കാര്യം അറിയാതെ പോകരുത്. ഇതിനു വേണ്ടി മാത്രം ഇരുന്ന് പഠിക്കുന്ന കുട്ടികളും ഉണ്ട്. എന്നാൽ അത് വളരെ കുറവാണ്, അത്രയ്ക്കൊന്നുമില്ല. PSCയുടെ അത്രയൊന്നും ആൾക്കാരൊന്നും ഇതിനു വേണ്ടി പഠിക്കുന്നില്ല. എങ്കിലും ഇത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഒരുപാട് പേര് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊന്നും അല്ല നമ്മുടെ വിഷയം. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റിനെ പറ്റി വലിയ പ്രൊമോഷൻ ഒന്നും തരികയല്ല, അല്ലാതെ ജസ്റ്റ് ഇതെന്താണെന്നൊന്ന് അറിയുന്നതിന് വേണ്ടി, അതായത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ, ഇനി അടുത്ത പരീക്ഷ വരുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒക്കെ തയ്യാറെടുത്താലോ എന്നുള്ള ഒരു ധാരണയിൽ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ തന്നു എന്ന് മാത്രം. അപ്പൊ നമുക്ക് തിരിച്ച് നമ്മുടെ റിസൾട്ടിലേക്ക് വരാം. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് എൻട്രിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ റിസൾട്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതായിരുന്നു നമ്മളുടെ ആ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്. അവിടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. 7, 10, 13, 19, 21, 26, 23, 73, 80, 85, 91, 54 തുടങ്ങിയ ഒരുപാട് റാങ്കുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ കാറ്റഗറിക്ക് 2, 3, 5 ഒക്കെ റാങ്കുകൾ എൻട്രിയുടെ സ്വന്തം റാങ്കുകളാണ്. അപ്പോ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാല്, ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത ആ സമയത്ത്
എന്താണ്, നിങ്ങൾ ഇവിടെ കണ്ട ഫോട്ടോസ് ഒന്നോ രണ്ടോ ഫോട്ടോസ്, അതിനപ്പുറത്തേക്ക് പോകത്തില്ല, ഒന്നോ രണ്ടോ ഫോട്ടോസ് മറ്റുള്ള പ്ലാറ്റ്ഫോംസിലും കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് പല പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്. അതായത് ഇപ്പം വേറൊരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഞങ്ങൾ തിരക്കി ഇങ്ങനെ ഒരു റിസൾട്ട് വന്നപ്പോൾ എന്തുകൊണ്ടാണ് അവരും ആ ഒരു ഫോട്ടോ ഇട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു കിട്ടിയ ഒരു മറുപടി എന്ന് പറയുന്നത്, ആ പ്ലാറ്റ്ഫോംസും ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ആദ്യം അവിടെ ആയിരുന്നു പോയിരുന്നത്, എന്നാൽ അവിടുത്തെ ക്ലാസ്സുകൾ പോരാ എന്ന് തോന്നിയപ്പോഴത്തേക്കാണ് ഞങ്ങൾ എൻട്രി ചൂസ് ചെയ്തത് എന്നുള്ള രീതിയിൽ ഒരു കമന്റ്സ് ഒക്കെ അവർ ഡയറക്ട്ലി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഓഡിയോ ക്ലിപ്പൊക്കെ നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ നമ്മള് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം മേ ബി, അല്ലെങ്കിൽ പോട്ടെ, അങ്ങനെയുള്ള കുറച്ച് ക്ലാഷ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെയും അവിടെയൊക്കെ പഠിച്ച ആൾക്കാരുണ്ട്. അപ്പോ അവിടെ ഈ ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങൾ കാണും 94 വരെ ഉള്ളോ, അത്രയും റാങ്ക് ഉള്ളോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഇത് മാത്രം പബ്ലിഷ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ഹൈക്കോടതി വിളിച്ച സമയത്ത്, നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അതിനകത്ത് ആകെപ്പാട് 41 വേക്കൻസി എന്തേ ഉള്ളായിരുന്നു. വളരെ കുറച്ച് വേക്കൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും ജോലി ലഭിക്കണമെന്നില്ല. നിങ്ങൾ മറ്റ് പല പ്ലാറ്റ്ഫോംസിലും പല വീഡിയോസും അല്ലെങ്കിൽ പല പോസ്റ്റേഴ്സും നോക്കിയാൽ 200ാമത്തെ റാങ്കും 300ാമത്തെ റാങ്കും അല്ലെങ്കിൽ 250ാമത്തെ റാങ്കും ഒക്കെ ആയിരിക്കും അവര് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ റാങ്ക് ലഭിച്ചിട്ട് കാര്യമില്ല. ജസ്റ്റ് ആ റാങ്ക് ലിസ്റ്റിൽ കിടക്കാം എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവർക്ക് ജോലി കിട്ടത്തില്ല. ഓക്കെ, അതിന്റെ ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ആകെ അവർക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ള 100-നകത്ത് റാങ്ക് ഉള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ, നമ്മളെ പോസ്റ്റേഴ്സിൽ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ ജസ്റ്റ് ഞാൻ കുറച്ചുപേരുടെ മുഖങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ആർഷ, അനു ഫ്രാൻസിസ്, നിധി, അതുപോലെ തന്നെ നമ്മുടെ മേഘ, മൊഹസീന, സജി, അങ്ങനെ കുറച്ചു പേർക്ക് നല്ല ഉയർന്ന റാങ്കുകൾ. എന്തായാലും ഇവര് അടുത്ത ഹൈക്കോടതിയിൽ ജോലി ഡയറക്ട്ലി കയറാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവർക്കൊന്നും അതിന്റെ ടെൻഷനും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ കുറച്ച് ഒരു 100-നപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ആ റാങ്കുകാർക്ക് ഒരു സംശയം വരും, എന്നാലും കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം വരും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ റാങ്ക് ലിസ്റ്റിൽ, അതായത് അവിടെയും ഇവിടെയും കിടന്ന ഒന്നോ രണ്ടോ ആൾക്കാരുടെ ഞാൻ കേസ് പറഞ്ഞല്ലോ, അവര് പല പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ്, നമുക്ക് ഒരിക്കലും നമ്മുടേത് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ അങ്ങനെയല്ല. എല്ലാവർക്കും ഒരിടത്തും ചെല്ലുമ്പോഴത്തേക്കും അവിടെ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ മറ്റുള്ളവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും ചോദിച്ചിട്ട് എന്ത് ചെയ്യും, മറ്റിടത്തേക്ക് ഷിഫ്റ്റ് ആവും. പക്ഷെ നമ്മൾ ചോദിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇനിയിപ്പോ നമ്മുടെ ക്ലാസ് മോശമായിട്ടാണോ അവര് വേറെ പ്ലാറ്റ്ഫോംസിലേക്ക് പോയത് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തിരുന്നത്. അപ്പൊ അവര് ഫ്രീ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഞങ്ങൾ ആദ്യമേ അവിടെ പോയിരുന്നു, അപ്പൊ പിന്നെ പറ്റിയില്ല, അപ്പം ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ ഇവിടെ നല്ല ക്ലാസ് ആണെന്ന് തോന്നി, അങ്ങനെയാണ് അവർ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയതെന്നുള്ള കാര്യം അറിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് കുഴപ്പമില്ല, നമ്മള് കോഴ്സൊക്കെ ഓക്കെ ആണെന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടി. അപ്പൊ ഇവിടെ ആ ഒരു രീതിയിലായിരുന്നു. അവിടെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് നിങ്ങൾക്കുള്ള റിപ്ലൈ ഇപ്പം എന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം ഇതായിരുന്നു മെയിൻ സംഭവം. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഇത്ര റിസൾട്ട് കിട്ടിയത് എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കാനായിട്ട് വരികയാണ്. അതായത് നമ്മുടെ റിസൾട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ 100-നകത്തുള്ള ഇത്രയും കണ്ട ഒരു 10-20 പേരുടെ റിസൾട്ട് അല്ല നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ആ ഒരു ദിവസം, അതായത് റിസൾട്ട് വന്നതിന്റെ പിറ്റേ ദിവസം നമുക്ക് വന്നിട്ടുള്ള ആ ഒരു റിസൾട്ടിന്റെ ആ ഒരു സ്ക്രീൻഷോട്ട് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 50-ലധികം കുട്ടികൾക്കാണ് നമ്മുടെ ഈ ഒരു കോഴ്സ്, അതായത് ഹൈക്കോടതിയുടെ ഗോൾഡ് ബാച്ച് ആയിക്കോട്ടെ, നോർമൽ ബാച്ചിൽ നിന്നായിക്കോട്ടെ, ഇവിടെ നിന്നും നമുക്ക് 50-ലധികം ആൾക്കാർ ആ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. ഇവിടെ ജോലി എല്ലാവർക്കും കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതായത് ഉയർന്ന റാങ്ക് ലഭിച്ച ആൾക്കാർക്ക് എന്തായാലും ജോലി കിട്ടും. എന്നാൽ അടുത്ത റാങ്ക് ലഭിച്ച ആൾക്കാരുണ്ടല്ലോ, അപ്പൊ 100-നപ്പുറത്തേക്ക് ലഭിച്ച ആൾക്കാർ ഇപ്പോഴും നമ്മളെ വന്ന് ചോദിക്കുന്നത് അടുത്ത ബാച്ച് എന്ന് സ്റ്റാർട്ട് ചെയ്യും, അടുത്ത ബാച്ച് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. കാരണം അവർക്കൊരു കോൺഫിഡൻസ് കിട്ടി, എനിക്ക് ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എടുത്ത എഫേർട്ടിനെ കുറച്ചും കൂടെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത വട്ടം ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വളരെ ഹാപ്പിനെസ്. ശരിക്കും പറഞ്ഞാൽ ഈ റിസൾട്ട് എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയൊരു റിസൾട്ടാണ്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങളെ ടീച്ചേഴ്സിന്റെ ടീമിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതായിരുന്നു നമ്മുടെ ഹൈക്കോടതിയുടെ ആ ഒരു ടീം എന്ന് പറയുന്നത്.
ഇവര് അതായത് ഈ ഒരു നമുക്കറിയാലോ ഈ ഒരു ലിമിറ്റഡ് പീരീഡ് ആയിരുന്നു, ലിമിറ്റഡ് സമയമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയത്തിനുള്ളിൽ അത്രയും പോർഷൻസ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് വളരെ ഹെക്ടിക് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. ആ ഒരു ടാസ്ക് എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്തത് എന്നുള്ളത് വളരെ അതിശയകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പായിട്ടൊരു കാര്യം പറയുന്നു. ഇവിടെ ഹൈക്കോടതിയുടെ ഒബ്ജക്റ്റീവ് എക്സാംസ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവും ഉണ്ട്. ഈ ഡിസ്ക്രിപ്റ്റീവിന്റെ കേസിൽ ഒരുവിധം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണ്, എങ്ങനെയാണ് പാറ്റേൺ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് ചോദ്യം വരുന്നത് എന്ന് അനലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ ഒബ്ജക്റ്റീവിലേക്ക് വരുമ്പോഴത്തേക്കും ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം എന്ന് പോലും നമ്മുടെ PSC കൊടുത്തിരിക്കുന്ന സിലബസ് ഒന്നും അല്ല അവർക്ക് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ മാത്രമേ നമുക്ക് ആ സിലബസിൽ നിന്ന് കിട്ടത്തുള്ളൂ. അതിൽ നിന്ന് ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയയും നമുക്ക് അവിടെ നിന്ന് കിട്ടത്തില്ല. അങ്ങനെ ഒരുപാട് സാധാരണ PSC ക്ലാസ് എടുക്കുന്നതിനേക്കാളും കുറച്ച് കഷ്ടപ്പാടുള്ള ഒരു എക്സാം നമ്മൾ ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ കുറച്ച് കഷ്ടപ്പാടുള്ള ഒരു എക്സാം ആയിരുന്നു. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം അനലൈസ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് എന്നൊക്കെ നോക്കി ഒരുപാട് റിസർച്ച് ചെയ്താണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും ഇവരുടെ മുന്നിലേക്ക് എത്തിച്ചത്. അപ്പോൾ ആ ടീച്ചേഴ്സിന്റെ സൈഡിൽ നോക്കിയാലും വളരെ ഹെക്ടിക് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. ഉറക്കം പോലും ഇല്ലാതാണ് ഓരോ ടീച്ചേഴ്സും ആ ഒരു സമയത്ത് ക്ലാസ് എടുത്തത്. കാരണം അത്രയും ക്ലാസ്സസ് നമുക്ക്, കാരണം ഒരു ലിമിറ്റഡ് ടോപ്പിക്സ് അല്ല, ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് ആണ് അവിടെ പഠിക്കേണ്ടത്. അപ്പോൾ എന്താണ്, അതെല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്, അതും വളരെ ഷോർട്ട് പീരീഡില്. അപ്പൊ അത്രയും ആ ഒരു ടാസ്ക് നല്ലതുപോലെ നമ്മുടെ ടീം ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോർഡിനേറ്റ് ചെയ്തും ഹെൽപ്പ് ചെയ്തൊക്കെയാണ് നമ്മൾ ടീം അത് കംപ്ലീറ്റ് ആക്കിയത്. പിന്നെ ഞങ്ങളുടെ ടീമിന്റെ തലവനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആരായിരുന്നു? നമ്മുടെ രഞ്ജിത് സാർ ആയിരുന്നു നമ്മുടെ എൻട്രിയുടെ ഹൈക്കോർട്ടിന്റെ മെയിൻ ആളെന്ന് പറയുന്നത്. പുള്ളിയുടെ ആ ഒരു കോർഡിനേഷനിലാണ് ഞങ്ങൾ എല്ലാവരും നല്ലതുപോലെ സഹകരിച്ച് ആ ഒരു രീതിയിൽ നമുക്ക് നല്ലൊരു വിജയം നേടിയെടുക്കാൻ സാധിച്ചത്. പുള്ളിയുടെ എഫേർട്ട് ഒരു ഇതിലും പറയാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് രാവിലെ എണീറ്റായാലും രാത്രി വരെ ആയാലും ഫുൾ ടൈം ആ ആദ്യത്തെ ദിവസം, ആ ഒരു കോഴ്സ് തുടങ്ങിയ ആദ്യത്തെ ദിവസം മുതൽ റിസൾട്ട് വരുന്ന ആ ഒരു ദിവസം വരെ പുള്ളി എടുത്ത എഫേർട്ട് എന്ന് പറയുന്നത്, നമ്മുടെ രഞ്ജിത് സാർ എടുത്ത എഫേർട്ട് എന്ന് പറയുന്നത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത്രയും റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. കാരണം അറിയാലോ, ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷിന് കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു എക്സാം ആണ്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഒരു കേസാണ്. ഈ ഡിസ്ക്രിപ്റ്റീവ് എങ്ങനെയാണ് ഈ ഒരു കേസിൽ, അതായത് ഈ ഒരു എക്സാമിൽ ഡിസ്ക്രിപ്റ്റീവ് എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന്റെ ആ ഒരു ഫുൾ ക്രെഡിറ്റും നമ്മുടെ ആർഷ മിസ്സിന് കൊടുത്തേ പറ്റത്തുള്ളൂ. ആർഷ മിസ് എന്ന് പറഞ്ഞത് അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്നു. ഓരോ കാര്യങ്ങളും പഠിച്ച് റിസർച്ച് ചെയ്താണ് നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ ഡിസ്ക്രിപ്റ്റീവ് ടോപ്പിക്കുമായിട്ട് എത്തിയത്. സോ നമ്മുടെ ആർഷ മിസ്സിന്റെ ആ ഒരു എഫേർട്ടും ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. മിസ് എന്താണ് ആ സമയങ്ങളിൽ, ആ ഹൈക്കോടതി കോഴ്സ് നടക്കുന്ന സമയങ്ങളിൽ ശരിക്കും മിസ് ഉറങ്ങിയിട്ടില്ല. അത്രയ്ക്കും വെളുപ്പാങ്കാലത്തിരുന്ന് രാത്രി ഇരുന്നും ഒക്കെ കഷ്ടപ്പെട്ടായിരുന്നു മിസ് അന്ന് ക്ലാസ് എടുത്തിരുന്നത്. അത് ഒരു കൊച്ചു കുട്ടിയും കൂടെ ഉള്ള സമയം, അതൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത് മിസ്സിന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സമയമാണെന്ന് മിസ് എപ്പോഴും പറയാം. അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്ന ഒരു സമയമാണ്. പക്ഷെ ആലോചിച്ച് നോക്കൂ, അത്രയും ഹാർഡ് വർക്ക് ചെയ്തതിന്റെ റിസൾട്ട് മിസ്സിന് കിട്ടുകയും ചെയ്തു. കാരണം അത്ര കുട്ടികൾക്ക്, കൂടുതലും ഈ കോഴ്സ് എടുത്ത കുട്ടികളെ കൂടുതലും എടുത്തു പറഞ്ഞൊരു കാര്യം ഈ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന്റെ കേസാണ്. അത്രയ്ക്കും അവർക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു, അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ചില കുട്ടികൾ ഈ പരീക്ഷയുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പോലും റാങ്ക് ലിസ്റ്റിൽ 100-നുള്ളിൽ കയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് നല്ല ഒരു എഫേർട്ട് നമ്മുടെ ആർഷ മിസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തെ ആള് നമ്മുടെ അമീനയായിരുന്നു നമ്മുടെ ഗോൾഡിന്റെ മെന്റർ എന്ന് പറയുന്നത്. അമീനയും ഇതേപോലെ ആയിരുന്നു. എല്ലാവരും കറക്റ്റ് ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ അപ്പൊ വന്ന് നമ്മളോട് ചോദിക്കും, അപ്പൊ ക്ലിയർ ചെയ്യും. അവിടെ ഒരു ഡൗട്ട് പോലും അവിടെ ക്ലിയർ ചെയ്യാതെ പോയിട്ടില്ല. അതുകൂടി ഈ ഒരു കോഴ്സിന്റെ ഹൈലൈറ്റ് ആയിരുന്നു. എല്ലാ ഡൗട്ട്സും ക്ലിയർഡ് ആയിരുന്നു. അതിന് ശരിക്കും എഫേർട്ട് എടുത്തത് അമീനയാണ്. പിന്നെ അടുത്ത ആള് ഞാനായിരുന്നു GKയുടെ ടീം ലീഡർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോ GK എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കറണ്ട് അഫയേഴ്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു 40 മാർക്കിന്റെ ഒരു ഏരിയ ആയിരുന്നു നമ്മുടെ ഈ ഒരു GK എന്ന് പറയുന്നത്. സോ ഈ GKയുടെ കേസിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ടീമിൽ അർച്ചന മിസ് ഉണ്ടായിരുന്നു. അതുപോലെ മീര മിസ്, നന്ദു സാർ, കാർത്തിക് സാർ, കാർത്തിക മിസ്, അഞ്ജു മിസ്, നിമ്മി മിസ്, ഇവരെല്ലാരും എന്റെ ടീമിൽ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ നല്ലൊരു എഫേർട്ട് ഇട്ട് ഞങ്ങളൊരു ടീമായിട്ട് നല്ല എൻജോയ് ചെയ്ത് ഞങ്ങൾ മാക്സിമം അവിടത്തേക്കുള്ള ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനും ഉള്ള റിസൾട്ട് കിട്ടി. അന്നത്തെ സമയത്ത്
നമ്മൾ പഠിപ്പിച്ച ക്വസ്റ്റ്യനിൽ ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ ക്വസ്റ്റ്യൻ വന്ന സമയത്ത് ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങൾ അതൊരു വീഡിയോ ആക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു, ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ ആ സമയത്ത് പിന്നീട് വേറെ വേറെ കാര്യങ്ങളിലേക്ക് പോയി, വേറെ കോഴ്സുകളിലേക്ക് പോയി, അങ്ങനെ അതെല്ലാം വിട്ടുപോയി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്സിന്റെ കേസിൽ എടുത്ത് പറയേണ്ട കാര്യമില്ല. മാത്സ് നമ്മുടെ വിപിൻ സാർ ആയിരുന്നു, മാത്സിന്റെ തലവനായിട്ടുള്ള വിപിൻ സാർ ആയിരുന്നു മാത്സ് കൈകാര്യം ചെയ്തിരുന്നത്. സാറിന്റെ ലൈവ് ക്ലാസ്സസ് പിള്ളേർക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു, നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരുന്നു എന്നൊക്കെ ഫീഡ്ബാക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഡിസ്ക്രിപ്റ്റീവ് നമുക്കറിയാം, ഈ എൻട്രി എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ശരിക്കും ഈ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഒക്കെ എഴുതി നോക്കി എന്ത് ചെയ്യേണ്ടതായിട്ടാണ്, ക്ലിയർ ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ്, ഓഫ്ലൈൻ സെന്റേഴ്സിൽ പഠിക്കേണ്ട രീതിയിൽ പോകേണ്ട സാധനങ്ങളാണ്. പക്ഷേ അവിടെ നമ്മൾ ചെയ്ത ഒരു മാർഗം എന്ന് പറയുന്നത്, ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരാളുണ്ടായിരുന്നു. അതായിരുന്നു നമ്മളെ നിഹാൽ മിസ്. ഈ നിഹാൽ മിസ് എന്ത് ചെയ്തു, ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സ് എല്ലാം, കുട്ടികളുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സ് ആരൊക്കെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ചെയ്ത് അയക്കുന്നുണ്ടോ അതെല്ലാം തന്നെ നിഹാൽ മിസ് ക്ലിയർ ചെയ്ത് അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ പെട്ടെന്ന് അതിനുള്ള റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം കറക്റ്റ് ഒരു ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ നിഹാൽ മിസ് അതെല്ലാം ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് മാറ്റം വരുത്തേണ്ട ഭാഗങ്ങളും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ മിസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പരീക്ഷയുടെ കേസിൽ ലീഗൽ വൊക്കാബുലറിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ നമ്മൾ സഹായിച്ചത് അഡ്വക്കേറ്റ് ഗൗരി ആയിരുന്നു. ഈ ഗൗരിയുടെ ആ ഒരു ഫുൾ ഓവറോൾ, ഇപ്പം നമ്മളിപ്പോ ഹൈക്കോടതിയെ പറ്റി പഠിപ്പിച്ചാലും സുപ്രീം കോടതിയെ പറ്റി GK പഠിപ്പിച്ചാലും അവിടെ കുറെ കാര്യങ്ങൾ നമ്മളെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഗൗരി ഉണ്ടായിരുന്നു. ഗൗരി ഒരുപാട് രീതിയിൽ ടീച്ചേഴ്സിനെ ആയാലും സ്റ്റുഡൻസിനെ ആയാലും നല്ല രീതിയിൽ ഈ ഒരു കേസിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ടീമിന്റെ മൊത്തത്തിലുള്ള ഒരു വിജയമായിരുന്നു നമ്മൾ ഇപ്പൊ കണ്ട റിസൾട്ട് എന്ന് പറയുന്നത്. ആ റിസൾട്ടിൽ ശരിക്കും ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. ഞങ്ങൾക്ക് ഇത്രയും ചെയ്തു തരാൻ പറ്റിയല്ലോ, ഒരു പരിധി വരെയെങ്കിലും നിങ്ങളെ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോ എന്താണ് പറയുന്നതെന്ന് വെച്ചാല്, ഈ ഹൈക്കോടതി പരീക്ഷ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാണ്. നിങ്ങളിപ്പോ PSC SSC എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരോട് പറയാണ്, ഈ ഹൈക്കോടതി പരീക്ഷ നിങ്ങൾ കുറച്ചൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയേ ഉള്ളൂ. ഇംഗ്ലീഷ് ഒക്കെ എന്താണ് നമ്മളെ ഡിഗ്രിയിൽ എടുത്തവർക്കോ അല്ലാതെ ഇംഗ്ലീഷ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചവർക്കോ മാത്രമല്ല, ഇംഗ്ലീഷിന്റെ ബേസ് തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. രഞ്ജിത് സാറിന്റെ ബേസ് ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ എടുത്ത് പഠിച്ചു നോക്കിയാൽ മതി, അപ്പോഴേ എല്ലാം സെറ്റ് ആയിക്കോളും. പിന്നെ ഡിസ്ക്രിപ്റ്റീവിന്റെ കേസ് വരുമ്പോൾ ഈ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ കാരണമാണ് മിക്കവരും അങ്ങ് പിന്നോട്ട് നിൽക്കുന്നത്, നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നുള്ളൊരു ധാരണയിൽ നിൽക്കുന്നത്. പക്ഷെ മനസ്സിലാക്കുക, നമ്മളൊന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ നമുക്ക് അനായാസമായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. കുറച്ചൊരു സമയത്തുള്ള എഫേർട്ട് ഇടണം. അപ്പോൾ അടുത്ത പരീക്ഷ, അടുത്ത നോട്ടിഫിക്കേഷൻ അടുത്ത വർഷം നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിപ്പോ 2024 വന്നിരുന്നത്. അപ്പൊ 25 കഴിഞ്ഞ് 26 അടുത്ത നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അതിനുശേഷം അടുത്ത എക്സാംസും ഉടനെ അവര് പെട്ടെന്നാണ് എക്സാംസ് നടത്തുന്നതും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതും. സോ ഈ പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാവുന്നതാണ്. എങ്ങനെയാണെന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതെന്ന് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്താൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാകും. അപ്പൊ നമ്മുടെ എൻട്രിയിൽ ഇതിന്റെ കോഴ്സസ് ഒക്കെ, പുതിയ ബാച്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പൊ തന്നെ ഒരുപാട് പേര്, നമ്മുടെ ഗോൾഡ് ബാച്ചിൽ ഉണ്ടായിരുന്ന കുട്ടികൾ വീണ്ടും ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ ആയിട്ട് പറയാണ്, നമ്മൾ ഉടനെ തന്നെ അത് ലോഞ്ച് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ തവണ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്തതാണ്. പക്ഷെ ഇപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി, കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് നമുക്ക് റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് എന്നുള്ള നല്ല ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അത് നമ്മൾ നല്ല രീതിയിൽ കുറച്ചും കൂടെ സമയമെടുത്ത് നിങ്ങളെ മാക്സിമം പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് ഓവറോൾ ഒരു സ്ട്രെസ് തരാത്ത രീതിയിൽ, ലിമിറ്റഡ് സമയം ആകുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് കൂടും, പഠിക്കാനുള്ള സാധനങ്ങൾ കൂടും അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും തരാതെ നമ്മൾ നേരത്തെ തന്നെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പൊ അതിലൊക്കെ ജോയിൻ ചെയ്യണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ ഹൈക്കോടതിയുടെ റിസൾട്ട്, എൻട്രിയുടെ ഹൈക്കോടതിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് റിയൽ റിസൾട്ട് തന്നെയാണ്, ഫേക്ക് ഒന്നുമല്ല. ഇവിടെ നമ്മുടെ മാത്രം റിസൾട്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കാത്തത് 1-2 ആൾക്കാർ, അതിനപ്പുറത്തേക്ക് പോകത്തില്ല. 1-2 ആൾക്കാരുടേത് മാത്രം, നമ്മളെ മാത്രമല്ലെന്ന് പറയുന്നത്. കാരണം അവർ ഏതൊക്കെയോ പോയിന്റിൽ മറ്റു പ്ലാറ്റ്ഫോംസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഒരിക്കലും നമ്മളെ മാത്രം
അവകാശപ്പെടത്തില്ല. അത് അവരുടെയും കൂടെ റിസൾട്ട് ആണ്. അത് അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അതിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ ആ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയത്. അപ്പൊ നമുക്കിനി മറ്റൊരു ദിവസം കാണാം. താങ്ക്